പ്രോഫിറ്റ് മാത്രമല്ല ലോസസും ഉണ്ടാക്കിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പൊ എന്റെ പിയാൻഡൽ എന്തായാലും ഞാൻ ഇന്ന് റിവീൽ ചെയ്യുകയാണ്. ജൂണിലേക്ക് പോവുകയാണെങ്കിൽ 18,62,888 നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്റെ ജൂലൈ മന്തിലെ സ്വിംഗ് ട്രേഡുകളാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള കാര്യങ്ങൾ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ നോക്കുക. എന്റെ ആക്ച്വൽ സ്ട്രാറ്റജി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റാലി ക്യാച്ച് ചെയ്തിട്ട് ഏതാണോ പുറകോട്ട് വലിക്കുന്നത് അവരെ നമ്മൾ പയ്യെ സ്ക്വയർ ഓഫ് ചെയ്യുക, തട്ടിക്കളഞ്ഞുകൊണ്ടേ ഇരിക്കുക. Hey all, this is Baron here, your coach, your mentor, your trainer in trading. അങ്ങനെ നമ്മുടെ ജൂൺ മാസമൊക്കെ കഴിഞ്ഞ് ജൂലൈ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 1-ാം തീയതിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ജൂൺ മന്തിൽ പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വാറ് വന്നു, താരിഫിന്റെ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഈവൻ ലൈക്ക് ഫാർമ സെക്ടറിൽ ലാസ്റ്റ് താരിഫ് പിന്നെ വരും എന്ന് വെച്ച് ഒരധികം പേര് ഫാർമ സെക്ടറിൽ പേടിച്ചുകൊണ്ടിരുന്നു. ഈവൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഫാർമ സെക്ടറിൽ ആ ഫോൾ വരെ. സോ എന്തായിരുന്നാലും ഈ ഒരു വാറ് കാരണം വലിയൊരു ഫോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചു. ആൻഡ് ഓൾസോ കൺസോൾട്ടേറ്റ് ചെയ്തു, ഇൻവെസ്റ്റേഴ്സ് പേടിച്ചു, എല്ലാം നടന്നു. പക്ഷേ നമ്മൾ ഈ മാസം അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് 18 lakhന് മുകളിൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ പിയാൻഡൽ എന്തായാലും ഞാൻ ഇന്ന് റിവീൽ ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ ഇനി എല്ലാ മാസവും നമ്മളുടെ പിയാൻഡൽസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഇപ്പം നമ്മളുടെ ഷാരിഖ് ഷംസുദ്ദീൻ റിവീൽ ചെയ്യുന്നുണ്ട്, കുറെ പേര് ഇതുപോലെ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ഓർത്ത് ഇനി മുതൽ നമ്മൾ എല്ലാ മന്തും ചെയ്തേക്കാം, വർഷം മാത്രമല്ല എല്ലാ മാസവും നമുക്കിത് ചെയ്തേക്കാം, വർഷവും നമുക്കിത് ഫൈനലി ചെയ്തേക്കാം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. എന്തായാലും അത് നിങ്ങൾക്കറിയാം, ലൈവിൽ നമ്മൾ ഒരുമിച്ചിരുന്നാണ് ട്രേഡ് ചെയ്യുന്നത്, ഒരുമിച്ചിരുന്നാണ് ലേൺ ചെയ്യുന്നതും ഏൺ ചെയ്യുന്നതും ഒരുമിച്ച് തന്നെയാണ്. എന്തായാലും ലൈവായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ലൈവ് കാണാൻ പറ്റാത്തവർക്ക് ഒന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം റെഫറൻസ് ആയിട്ട് ഷാരിഖ് ഷംസുദ്ദീന്റെ ലാസ്റ്റ് ഇയറിലെ 1 ഇയർ പിയാൻഡിൽ ഷെയർ ചെയ്യുന്ന വീഡിയോ കണ്ടപ്പം ഷാരിഖ് ഷംസുദ്ദീൻ എല്ലാവർക്കും ആ ഒരു ഇയർലി പിയാൻഡിൽ ഡെലിവറി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ ബോണസ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ലേണിംഗ് പേർപ്പസിലായിട്ട് ഓരോ പ്രാവശ്യം ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു നമ്മൾ മന്ത്ലി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നുള്ളത്. ഓക്കെ ഫൈൻ. സോ ഞാനിപ്പം ഈ ഒരു സെക്ഷനിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്റെ ജൂലൈ മന്തിലെ സ്വിംഗ് ട്രേഡുകളാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എനിവേ ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള കാര്യങ്ങൾ പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ നോക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നേരെ നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് ജമ്പ് ചെയ്യാം. പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ കറന്റ് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സും കറന്റ് നമ്മൾ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റോക്ക് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റോക്ക് ഓപ്ഷനിൽ സ്വിംഗ് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിംഗ് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് നമ്മളൊരു 1 വീക്കില് 2 വീക്കില് 3 വീക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻസും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സുമാണ് ഞാൻ ചെയ്യുന്നത്. സ്റ്റോക്ക് ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഇതിനിപ്പം നിഫ്റ്റി ബാങ്കിലൊക്കെ ട്രേഡ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ഇത് തന്നെ സ്റ്റോക്സിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റോക്സിലും മാത്രമാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഞാൻ കറന്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിന് ജസ്റ്റ് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം നിങ്ങളെ. നമ്മളുടെ ആ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ജൂൺ 1-ാം തീയതി, ഇന്ന് നോട്ട് ട്രേഡ് ഡേ ആയിരുന്നു, ട്രേഡോ കാര്യങ്ങളോ നമുക്കില്ലായിരുന്നു. ജൂണിലേക്ക് പോവുകയാണെങ്കിൽ 18,62,888 നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. വളരെ സൂപ്പർബായിട്ട് പ്രോഫിറ്റ് മാത്രമല്ല ലോസസും ഉണ്ടാക്കിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. എന്നാൽ ചെറിയ ലോസസും വലിയ പ്രോഫിറ്റുമാണ് നമ്മൾ അവിടെ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നേരെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, റിലയൻസ്, ടൈറ്റാൻ, ഈ ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാവുന്നതാണ്.
റിലയൻസിലേക്ക് പോവുകയാണെങ്കിൽ റിലയൻസ് ഇവിടെ നല്ലൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് തന്നു. ഈ ഒരു സേർട്ടൻ ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തതാണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇത് അച്ചീവ് ചെയ്യാറായിട്ടുണ്ട്. അതേസമയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മഹീന്ദ്ര ഈ ഒരു ആംഗുലർ ബ്രേക്ക് ഔട്ടിന്റെ റേഞ്ചിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കറന്റ് കുഴപ്പമില്ലാതെ ഒരു പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 12% മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നമുക്ക് തന്നിട്ടുണ്ട്. റിലയൻസ് 65% റിലയൻസ് നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതായത് 25,000 രൂപയോളം തന്നിട്ടുണ്ട്. ജൂലൈ മന്ത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അല്ലെ. ടൈറ്റാനിലേക്ക് പോവുകയാണ്. ടൈറ്റാൻ ഇന്നാണ് ആക്ച്വലി നമുക്കൊന്ന് പോസിറ്റീവിലോട്ട് നമുക്ക് ജമ്പ് ചെയ്തത്. ലാസ്റ്റ് മന്ത് ടൈറ്റാൻ നമുക്ക് ശരിക്കൊരു പ്രോഫിറ്റ് ഈ ഒരു സെർട്ടൻ റേഞ്ചിൽ നിന്ന് നമ്മൾ ക്യാച്ച് ചെയ്തത് ഈ ഒരു ഗ്യാപ്പ് അപ്പും ഈ ഒരു റാലിയും കാരണം ഫ്യൂച്ചേഴ്സിൽ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെർട്ടൻ കൺസോളിഡേറ്റഡ് ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത് പോയി എനിക്ക് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 3740 3820 ഒക്കെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ടൈറ്റാനില്. അതേസമയം ജിയോഫിനും അദാനി എന്റർപ്രൈസസുമാണ് നമ്മളുടെ ഹീറോ ആയിട്ട് ഇപ്പോൾ കറന്റ് നിൽക്കുന്നത്. ഈ ഒരു ആംഗുലർ ബ്രേക്ക് ഔട്ടിൽ നിന്ന് നമ്മൾ എൻട്രി കൊടുത്തതാണ്. കറന്റ് അത് ഓൾമോസ്റ്റ് ഫസ്റ്റും സെക്കൻഡും ടാർഗറ്റ് അടിച്ച് ഒരു 340 റേഞ്ച് വരെ അത് എന്തായാലും പോകുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പർ സൂപ്പർബ് ആയിട്ടുള്ള ഒരു ആംഗുലർ ബ്രേക്ക് ഔട്ടിൽ നിന്ന് ജിയോഫിൻ നമ്മൾ എയർലി എൻട്രി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതേസമയം അദാനി എന്റർപ്രൈസസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 hour ടൈം ഫ്രെയിമിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇട്ടത് ഈ ഒരു റാലി മുഴുവൻ ക്യാച്ച് ചെയ്ത് നിൽക്കുവാണ്. എക്സ്ട്രാ ഓണറി ആയിട്ട് അദാനി എന്റർപ്രൈസസ് നമുക്ക് തന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് 40%, അതായത് 1 lakh വെച്ചിട്ട് അദാനി എന്റർപ്രൈസും 1.21 lakh ജിയോഫിനും നമുക്ക് തന്നിട്ടുണ്ട്. ഇതില് എട്ടേണലാണ് നമ്മളെ പിന്നെയും പുറകിലേക്ക് ഒന്ന് വലിച്ചു വെച്ചിട്ടുള്ളത്. എട്ടേണലാണ് നമ്മളെ ഒന്ന് പിന്നെയും തിരിച്ചൊന്ന് വലിച്ചു നിൽക്കുന്നത്. പക്ഷെ എന്നാലും സ്റ്റിൽ അത് കുഴപ്പമൊന്നുമില്ല. സ്റ്റോപ്പ് ലോസ് ഇത് ഹിറ്റ് ചെയ്തിട്ടും ഇല്ലതാനും. എന്റെ ആക്ച്വൽ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റാലി ക്യാച്ച് ചെയ്തിട്ട് ഏതാണോ പുറകോട്ട് വലിക്കുന്നത് അവരെ നമ്മൾ പയ്യെ സ്ക്വയർ ഓഫ് ചെയ്യുക, തട്ടിക്കളഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതാണ് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തത്. ഇപ്പൊ കറന്റ് ക്രൂഡ് ഓയിൽ ജസ്റ്റ് ചുമ്മാ എടുത്തേക്കുന്നതാണ്. ജസ്റ്റ് ക്രൂഡ് ഓയിൽ മിനിയിൽ കറന്റ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി ഞാനിത് ഷെയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്തായാലും നമ്മൾ ജൂൺ മന്തിലെ ലൈവ് പിയാൻഡലിന്റെ ലിങ്ക് താഴെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്കത് ലഭിക്കുന്നതുമായിരിക്കും. സോ ഈ ഒരു രീതിയിലാണ് എൻ്റെ ജൂലൈ മന്ത് വളരെ സിമ്പിൾ ആണ്. ഞാൻ ഈ ഒരു റാലി ക്യാച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത്. അതും ഇപ്പോൾ കറന്റ് 12 എണ്ണം ഉണ്ട്, 13 എണ്ണം ഉണ്ടായിരുന്നു. വിപ്രോ ഞാൻ നേരെ ചാടിയിട്ടുണ്ട്, ഹോൾഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സമാധാനത്തിൽ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1% 2% ആയിരിക്കും ഞാൻ കീപ്പ് ചെയ്യുന്നത്. വിപ്രോ എന്ന ഒരു ഹ്യൂജ് ലോസ് ഒന്നും തന്നിട്ടില്ലായിരുന്നു, വളരെ മിനിമൽ ആയിട്ടുള്ള ലോസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. എപ്പോഴും പിയാൻഡൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ഓൾമോസ്റ്റ് ഒരു ചെറിയ ലോസസും വലിയ പ്രോഫിറ്റിലോട്ടുമാണ് നമ്മൾ എത്തിക്കുന്നത്. പലപ്പോഴും നിങ്ങളുടെ പ്രശ്നം എന്താണ്, ഒരു എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വലിയ ലോസസും ചെറിയ പ്രോഫിറ്റും ലോസസ് വരുമ്പോൾ പിടിച്ചു ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങാനും പ്രോഫിറ്റ് ആയാലോ, ഇച്ചിരി ലോസ് കുറയാനായിട്ട്. അതേസമയം പ്രോഫിറ്റ് ആണെങ്കിലോ നമ്മൾ ഹോൾഡ് ചെയ്യത്തില്ല, പെട്ടെന്ന് ചാടി ഇറങ്ങും, ഉള്ളതാകട്ടെ എന്നുള്ളൊരു ചിന്തയില്. സോ ഈ ഒരു സൈക്കോളജിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും. ഈ ഒരു സൈക്കോളജിയിലാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുള്ളതും. എനിവേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്സും 1000 കമന്റ്സും ആകുകയാണെങ്കിൽ എൻ്റെ നെക്സ്റ്റ് മന്തിലേക്കുള്ള എൻ്റെ പ്രീ പ്ലാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ദാറ്റ് ടു ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് 10 ദിവസം കൊണ്ട് നമുക്കൊരു 1000 ലൈക്സ് ആൻഡ് 1000 കമന്റ്സ് ആകുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ജൂലൈ ഇപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ട്, ഓഗസ്റ്റിലേക്കുള്ള എന്താണ് പ്ലാൻ എന്ന് എന്തായാലും ഞാൻ റിവീൽ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, 1000 ലൈക്സ് ആൻഡ് 1000 കമന്റ്സ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മുതൽ എല്ലാം നമ്മൾ ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. എന്തായാലും അറിയാം നിങ്ങൾക്ക്, നമ്മൾ എല്ലാ ദിവസവും ലൈവ് ഒരുമിച്ചിരുന്നാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു ബ്യൂട്ടിഫുൾ ടോപ്പിക്കിലൂടെ കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ.